പോയവരാ, അലഞ്ഞു തിരിഞ്ഞു വരികയായിരിക്കും. എന്താ രവി, എവിടെയെങ്കിലും കണ്ടോ? ഏയ്, ഈ പറഞ്ഞ ഒരു സ്ഥലത്തും ചെന്നിട്ടില്ല. ഞാനൊരു 100 അടുത്ത് അലഞ്ഞിരിഞ്ഞായി വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ച് കറങ്ങി തിരിഞ്ഞ് വരികയെന്നറിയോ? തലയ്ക്ക് സുഖമില്ലാത്ത ഓരോന്ന് കാണിച്ചു കൂട്ടും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക അച്ഛൻ. അത് പിന്നെ നാണം കെടുവല്ലോ. യതിങ്ങളുടെ കൂടെ നാണക്കേടായി. പിന്നല്ലാതെ ഓരോ വീട്ടിലും ചെല്ലുമ്പോ അവരെന്തോ വിശേഷം പറയാൻ വന്നാന്നാ കരുതുന്നേ. പിള്ളക്കൊച്ചേട്ടനെ കാണാതെ അന്വേഷിച്ചു വന്നാന്ന് പറയുമ്പോ 100 ചോദ്യങ്ങളാ. തൊലി ഉരിഞ്ഞുപോയി. കളപ്രാക്കോട്ടെ ജനാർദ്ദനൻ മാമൻ പറഞ്ഞത് പിള്ളച്ചേട്ടന്റെ കൊച്ചച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നെന്നാ. അത്രയ്ക്ക് തൊലി ഉരിയാനൊന്നും ഇല്ല യതി. ആർക്കൊക്കെ എപ്പോഴാ എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. ഇതൊക്കെയെല്ലാം മുകളിലിരിക്കുന്ന ആളിന്റെ തീരുമാനമല്ലേ? അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇതങ്ങനല്ലോ. ഇത് മനഃപൂർവ്വമല്ലേ കാണിക്കുന്നേ? ആരെങ്കിലും ചെയ്യൂ ഇങ്ങനൊക്കെ? സുഖമില്ലെങ്കിൽ വീടിനകത്ത് അടച്ചിട്ടൂടെന്ന് എല്ലാരും ചോദിക്കുന്നത്. അങ്ങനെ പലരും പലതും ചോദിക്കും. ചോദിക്കുന്നവർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നാട്ടുകാർ ചോദിച്ചെന്ന് കരുതി നമുക്ക് നമ്മുടെ അച്ഛനെ തരാതിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പൊ ചെയ്യാൻ പറ്റുന്നത് 2 കാര്യങ്ങളേ ഉള്ളൂ. എന്ത് കാര്യങ്ങൾ? ഒന്ന്, പത്രത്തിലൊരു മിസ്സിംഗ് ന്യൂസ് കൊടുക്കുക, ഫോട്ടോ സഹിതം, കുറച്ച് വലുപ്പത്തിൽ കൊടുക്കണം. രണ്ടാമത്, നമ്മൾ ഇത്രയും അന്വേഷിച്ച് കിട്ടാത്ത സാഹചര്യത്തിൽ ഇതൊരു മാൻ മിസ്സിംഗ് കേസാണല്ലോ. അപ്പോൾ പിന്നെ നിയമപരമായ വഴിയിലൂടെ തന്നെ നീങ്ങണം. സ്റ്റേഷനിലൊരു പരാതി കൊടുക്കണം. അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞോ? ആ, അതാണല്ലോ രവി അതിൻ്റെ ഒരു ശരി. നമുക്ക് ലോക്കൽ പോലീസിലൊരു പരാതി കൊടുത്തിട്ട് IGയെ കൊണ്ടോ DGPയെ കൊണ്ടോ ഒക്കെ ഒന്ന് വിളിപ്പിച്ചാലും മതി. ഇനി വൈകിയ അപകടമാവും. ദേ, പരാതിയൊക്കെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് തരാം. നിങ്ങളതങ്ങ് കൊടുത്താൽ മതി. പിന്നെ രവി, പിള്ളക്കൊച്ചൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിവെച്ചു. അത് നല്ലതാ രവി. എന്ത് സർട്ടിഫിക്കറ്റാ? ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെന്റൽ പേഷ്യൻ്റ് ആണെന്നുള്ളതിന്. ഇനി അനാഥമായിട്ടെങ്ങാനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സേഫാണല്ലോ. ദേ, ഇല്ലെങ്കിൽ പിന്നെ അത് മെനക്കേടാവേ. ആ, എന്നാ പിന്നെ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അയ്യോ, എന്റെ കുഞ്ഞിനെ വണ്ടി ഇടിച്ച്. എന്താ എന്താ അമ്മ? എന്തു പറ്റി അമ്മ? വണ്ടി ഇടിച്ചു. വണ്ടി ഇടിച്ചെന്നോ? വണ്ടി ഇടിച്ചു. വെറുതെ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. വണ്ടി ഇടിച്ചു. എന്റെ കുഞ്ഞിനെ വണ്ടി ഇടിച്ച്. ആരാ വണ്ടി ഇടിച്ചു? എന്റെ മോളെ. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. ഞാനിതെവിടെയാ? അമ്മാവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ വരുന്നത്? ഞാൻ ഇത്തിരി ദൂരെ. എന്താ 8:30 ബസ്സിനാ വന്നേ. ഞങ്ങളിങ്ങനെ അമ്പലം ചുറ്റി നടക്കുന്ന സ്വാമിമാരാ. കർക്കിടക മാസത്തിൽ രാമായണം ഭജിച്ച് വ്രതം നോക്കി വരുന്നവരാ. ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്റെ മോളെ കുഞ്ഞിനെ നോക്കി ഇറങ്ങിയതാ. വണ്ടി ഇടിച്ചു മോളെ. ഏത് വണ്ടി? 8:30 വണ്ടി, സൂപ്പർ ഫാസ്റ്റ്. എന്റെ മോള് കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിയതാ. ഇതെന്തൊക്കെ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോയതാ. 8:30 മാവേലിക്കര ബസ്സിന് പോകണം. എന്താ അവിടെ സ്വാമി, ഇദ്ദേഹം എന്തോ പിച്ചും പേയും ഒക്കെ പറയുന്നു. ആരെയോ വണ്ടി ഇടിച്ചെന്നൊക്കെയാ പറയുന്നത്. എന്റെ ദൈവമേ, സദാശിവൻ പിള്ള സാറല്ലേ ഇത്?
എന്താ രവി? രവി, ഉറക്കം വരുന്നില്ല സബി. രവി കിടക്ക്. ഉറങ്ങാൻ പറ്റുന്നില്ല. കുറച്ചു കഴിയുമ്പോ ഉറക്കം താനേ വന്നോളൂ. ആരാ നോക്ക്. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ. ആ ഞാനേ രാമനാഥ പിഷാരടിയാ. ആ മാഷേ, എന്താ മാഷേ ഈ നേരത്ത്? ഞാനിവിടെ ശ്രീമുനിക്കൽ ഗുഹാക്ഷേത്രത്തിൽ നിന്നാ. എന്തു പറ്റി മാഷേ? രവിയുടെ അച്ഛൻ എവിടെയാ? പേടിക്കണ്ട, അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്. മാഷിന്റെ കൂടെ? ആ, ഞാനിന്നിവിടെ രാമായണം വായിക്കാൻ ക്ഷേത്രത്തിലെത്തിയപ്പോ ആനക്കൊട്ടിലിന്റെ സൈഡിൽ നാടോടി സ്വാമിമാരുടെ കൂടെ കണ്ടു. ആ സമയത്ത് അടുത്ത് ചെന്നപ്പോഴാ എനിക്ക് ആളെ മനസ്സിലായത്. ആ മാഷെ, അച്ഛൻ ഇനി അന്വേഷിക്കാൻ സ്ഥലമൊന്നുമില്ല. രാവിലെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാതിരിക്കായിരുന്നു. അച്ഛനോട് സംസാരിച്ചപ്പോ ശകലം വിഷമമുള്ളതായിട്ട് തോന്നി. അത് അച്ഛനിപ്പം അല്പം മാനസിക പ്രശ്നത്തിൽ ചികിത്സയിലാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് ഇറങ്ങാം. ഏയ് വേണ്ട വേണ്ട, നേരം വെളുത്തിട്ട് വന്നാ മതി, ഞാൻ നോക്കിക്കോളാം. പ്രശ്നമൊന്നുമില്ലല്ലോ മാഷെ? ഏയ് ഇല്ല, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ശരി മാഷെ, വലിയ ഉപകാരം. അച്ഛൻ മുനിക്കൽ അമ്പലത്തിലുണ്ടെന്ന്. മുനിക്കലമ്പലത്തിലോ? നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജാവാസേ ബാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാര. അച്ഛനെ ശ്രദ്ധിക്കണം, കഴിവതും കൂടെ ആള് വേണം വീട്ടിൽ. സബിയുടെ അമ്മയുണ്ട് വീട്ടില്. ഇത് അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങി പോകുന്നതാ. ഏതായാലും മാഷയുടെ കണ്ണിപ്പെട്ടത് ഭാഗ്യായി. മുനിസ്വാമി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അങ്ങനെ കൈവിടില്ല. സാഹിത്യകാരന് പിന്നെ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലല്ലോ. കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കണം. അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി തരാം. മാഷയെ വിളിച്ചോളാം. ഇപ്പൊ ഏതായാലും കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. പിന്നെ ഇടയ്ക്കിടെ കുടുംബസമേതം വന്ന് തൊഴുന്നത് നല്ലതാ. ഇതിപ്പോ മുനിസ്വാമി വിളിച്ചു വരുത്തിയെന്ന് കരുതിയാ മതി. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മാഷെ. നന്ദി എന്നോടല്ല, ദാ അവിടെ ആ സന്നിധി പറഞ്ഞാ മതി. മാഷിന് ചില വഴിപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, അതിന്റെ പ്രസാദം തരാം. വാ. തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. അതെ, മക്കള് വന്നിരിക്കുന്നു. അച്ഛാ പോവാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. നീ ഏതാ? ഞാൻ വരുന്നില്ല. അതെന്റെ വീടല്ല. എനിക്കവിടെ ആരുമില്ല. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. അച്ഛാ, ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഞങ്ങളായിട്ട് ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല. അച്ഛനൊന്ന് വാ ഞങ്ങളുടെ കൂടെ. അങ്ങനാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം. ഈ സ്വാമിയുടെ മുമ്പിൽ വെച്ച്. അച്ഛൻ പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഞങ്ങൾ കേൾക്കാം. അച്ഛൻ പറയുന്ന പോലെ കേട്ടോളാം. വീട്ടിൽ കൊണ്ടുവരണം അവളെയും അവിടെ കുഞ്ഞിനെ. ഞാൻ എഴുതി വെച്ചതും കൊടുക്കണം. പറ്റുമോ? പറ്റുമോ? അത് ചെയ്യാം അച്ഛാ. എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നീ പറഞ്ഞാ പോരാ, ഇവൻ പറയണം. സമ്മതമാണെന്ന് ഇവൻ തന്നെ പറയണം. സമ്മതം അച്ഛൻ. അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി. എല്ലാത്തിനും ഞങ്ങൾക്ക് സമ്മതം. എങ്കിൽ 8:30 ബസ്സിന് വില്ലേജ് ആഫീസിൽ പോകാം. അവളോടും വരാൻ പറ. 8:30 സൂപ്പർ ഫാസ്റ്റിന് അവൾ വരും. മാഷേ, ആ ബാഗ് അങ്ങ് കൊടുക്ക. അച്ഛനാ ബാഗ് തന്നേക്കച്ചാ. 8:30 സൂപ്പർ ഫാസ്റ്റിന് അവൾ വരും. അച്ഛനാ ബാഗ് മാഷേ.
ഇങ്ങ് തന്നേക്ക്, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. അച്ഛൻ എഴുന്നേക്ക്. വാ. വാക്യവേദ്യനാം അച്ഛൻ സൂക്ഷിച്ച്. സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസ ഇത് കുടുംബത്തിൽ കൊണ്ടുപോയി ഗൃഹനാഥന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുക. കുടുംബത്തിലെ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭാവിയിൽ ഉണ്ടാവും. എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും ദോഷം വിതച്ച ഗ്രഹനാഥന എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാനിത് ഈ നാഥന് കെട്ടിക്കൊടുക്കാം. ഇവന്റെ ദോഷം ഒഴിഞ്ഞു പോയി കഴിയുമ്പം തന്നെ എല്ലാവർക്കും സമാധാനമാണ്. രവി രവി ഇത് ഫോൺ ബെല്ലടിക്കുന്നു. മണി എത്രയായി? 12 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഹലോ, ഞാൻ ഡോക്ടർ രാഖിയ. ആ ഡോക്ടറെ, ശ്രുതിക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. പെയിൻ തുടങ്ങിയോ? അതെ, ലേബർ റൂമിലേക്ക് മാറ്റിയിരിക്കുക.
ലേബർ റൂമിലേക്ക് മാറ്റി. സിസേറിയൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എത്തുവോ? ഞാൻ എത്താം ഡോക്ടർ. എന്താ രവി? ശ്രുതിക്ക് പെയിൻ തുടങ്ങിയെന്ന്. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? ഞാനും കൂടെ പോവാം. ഞാനും കൂടി വരട്ടെ? നമുക്ക് ഒരുമിച്ച് പോവാം. നീ വന്ന പ്രശ്നമാവും. ഈ സമയത്ത് എവിടെ പോവാന്ന് ചോദ്യം വരും. എന്തു പറഞ്ഞാ പോകുന്നേ? എന്തേലും ഒരു കാരണം പറയാം. താൻ രാവിലെ എത്തിയാ മതി. അല്ല, ഇനിയിപ്പോ എന്ത് കാരണം പറഞ്ഞാ പോകുന്നത്? എന്തെങ്കിലും ഒരു കള്ളം പറയാം. താൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്ക് വേഗം. ഇപ്പൊ തന്നെ 1 മണിയായി. രാത്രി ആയതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തും. രവി പേഴ്സ് എടുത്തോ? അതിനകത്ത് കാണും. ATM കാർഡ് എവിടെയുള്ളത്? അത് പേഴ്സിലുണ്ട്. അമ്മയോട് പറഞ്ഞിട്ട് പോ. രവി, ചെന്നിട്ട് വിളിക്കണേ. നീ പോയി കിടന്നോ, ചെല്ലു. അച്ഛൻ കിടന്നില്ലേ? വില്ലേജ് ഓഫീസിലൊന്ന് പോണം. അവൻ മഹാകള്ളന്. നേരത്തെ ചെന്നില്ലെങ്കിൽ ഈ പാതിരാത്രി ഏത് വില്ലേജ് ഓഫീസിൽ പോവാനാ? അച്ഛൻ പോയി കിടന്നേ. എടാ, നീ പോകുമ്പോഴേ എന്നെ കൂടെ ആ ജംഗ്ഷനിലോട്ടൊന്ന് വിട്ടാ മതി. ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാ. എനിക്ക് അതിലും വലിയ അത്യാവശ്യമുണ്ട്. നീ അച്ഛനൊന്ന് സമാനിപ്പിച്ചേ. അച്ഛാ, വാ. എനിക്ക് ആ വില്ലേജ് ഓഫീസിലൊന്ന് പോകണമെന്ന്. 8:30 ബസ്സിലാ പോകേണ്ടത്. രാവിലെ പോവാന്നേ. വാ. മോനെ, എന്താ പിള്ളച്ചേട്ടൻ അവിടെ ഒരു ബഹളം? പാതിരാത്രി 12 മണിക്ക് വില്ലേജ് ഓഫീസിൽ പോകണമെന്ന്. അമ്മ, ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരാം. എന്റെ കൂട്ടുകാരന്റെ ബന്ധു മരിച്ചുപോയി. അവർക്ക് ആരുമില്ല. ഒന്ന് പോയിട്ട് വരാം. ഈ പാതിരാത്രിയിലോ? മോനെ തന്നെ പോകണ്ട, പൊടിമോനെ കൂടെ കൂട്ടിക്കോ. അവരെ ഒന്ന് ശല്യം ചെയ്യണ്ട അമ്മേ. ഞാൻ വേഗം വരാം. മോനെ സൂക്ഷിച്ചൊക്കെ പോണേ. എന്നെ വിടുന്നേ. ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ അച്ഛൻ? എന്നെ വിടുന്നേ. എനിക്ക് വില്ലേജ് ഓഫീസിൽ പോണം. എനിക്ക് വില്ലേജ് ഓഫീസിൽ പോണം. എനിക്ക് വില്ലേജ് ഓഫീസിൽ പോണം. വാതിൽ കുറ്റിയിട്ടോണേ. രവിയുടെ കൂടെ പൊടിമോനെ കൂടെ വിടായിരുന്നു. എന്തിനാ വെറുതെ അവനെ കൂടി ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് വില്ലേജ് ഓഫീസിൽ പോണം. പിള്ളച്ചേട്ടൻ ഇത്രയും കൂടുതലാണെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നതാണ് നല്ലത്. അന്നത്തെ പോലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ? അഡ്മിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. കിടത്തി ചികിത്സിക്കുന്നതാ നല്ലത്. ഈശ്വര, എന്തെല്ലാം കാണും. സിസ്റ്റർ, ലേബർ റൂം എവിടെയാ? സിസ്റ്റർ ശ്രുതി, സബിത രവി ലേബർ റൂമിലുണ്ട്. പെയിൻ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. മിസ്റ്റർ രവി? അതെ. ഹസ്ബൻഡ്? ശരി, അവിടെ വെയിറ്റ് ചെയ്യൂ. രവി എത്തിയോ? എത്തി. ഹോസ്പിറ്റലാ. കണ്ടോ അവളെ? ലേബർ റൂമിലാ. പെയിൻ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞു. സിസേറിനാണെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. വെയിറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. സിസേറിയനായാലും കുഴപ്പമില്ല, സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതി. ഡോക്ടർ എത്തിയോ രവി അവിടെ? ഡോക്ടറുണ്ട്. ശരി, താൻ കിടന്നോ, ഞാൻ വിളിച്ചോളാം. പിന്നെ രാവിലെ തന്നെ പോന്നേക്കണം. താൻ വന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. ശരി രവി. ഞാൻ പോന്നേ പിന്നെ അച്ഛനും അമ്മയും വല്ലതും ചോദിച്ചായിരുന്നോ? അച്ഛൻ അപ്പോഴേ ഉറങ്ങി രവി. അമ്മ പിന്നെ എന്തൊക്കെയോ എന്നോട് ചോദിച്ചു. ഞാൻ വ്യക്തമായിട്ടൊന്നും മറുപടി പറഞ്ഞില്ല. ഓ, എന്നാ പിന്നെ താൻ കിടന്നോ, ഞാൻ വിളിക്കാം. രവി ഓക്കെ അല്ലേ? ആരെങ്കിലും വിളിക്കണോ? വേണ്ടേ? ശരി, മാനേജ് ചെയ്തോളൂല്ലോ എല്ലാം. ശരി രവി. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ശരി രവി. ഓക്കെ. ഓക്കെ.
Yeah.